ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ തരംഗമായിട്ടുണ്ടായിരുന്ന ഒരു കുക്കർ മത്തിയില്ലേ, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കാൻ കുറച്ച് വൈകിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനു മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായാലും എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ വാരിക്കോരങ്ങ് തന്നോളൂ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം ഒരു ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ആവശ്യത്തിലധികം കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുരുമുളക്, മുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി എടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം നമുക്കത് അരച്ചെടുക്കാൻ. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും നമ്മൾ ആ മീനിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കുമ്പോൾ. പിന്നെ നമ്മൾ ഇത് അരയാനുള്ള ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചോളണം കേട്ടോ മീനിൽ. അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇത് ചിലപ്പോൾ ട്രൈ ചെയ്ത ഒരുപാട് പേരുണ്ടാവും. ട്രൈ ചെയ്തവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഞാൻ കുറച്ച് ലേറ്റ് ആയെന്നേ ഉള്ളൂ. എല്ലാത്തിനെയും അതിൻ്റേതായ സമയമില്ലേ ദാസാന്ന് പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ലേറ്റായി ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മീൻ എടുക്കുക, അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ മസാലയും ഇട്ടിട്ട് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് അയക്കോട്ടെ. എന്നിട്ട് നമ്മളതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. കാരണം മസാലയൊക്കെ മീനിൽ ശരിക്കും പിടിക്കും. ഈ മസാലയ്ക്കൊരു പ്രത്യേക മണമാണ് കേട്ടോ. കുരുമുളക് അരയ്ക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഒരു പ്രത്യേക മണമുണ്ട് കുരുമുളകിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മളിത് കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ നമ്മൾ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളിത് ചെറുതാക്കി വെച്ച് അരിഞ്ഞ ചെറിയ ഉള്ളിയാണ്. അത് കുറച്ചധികം ഉണ്ടായിക്കോട്ടെ, അതാണ് ടേസ്റ്റ്. കുറച്ച് മത്തിയേ ഉള്ളൂ, പക്ഷേ ഞാൻ കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ചധികം കറിവേപ്പില, ഒക്കെ അധികം ആയിക്കോട്ടെ, കറിവേപ്പിലൊക്കെ കുറച്ചൊരു ടേസ്റ്റ് അല്ലേ. നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വഴറ്റിയെടുക്കാം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ഈ കുക്കറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കുറച്ച് എന്താ പറയുക, വട്ടമുള്ള മീൻസ് ഇതുപോലത്തെ അല്ലാത്ത കുക്കറൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിലേക്ക് മത്തി ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. ഞാനാകുമ്പോൾ ഇതിങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കൈ എവിടെയെങ്കിലും തട്ടിയാൽ നല്ലോണം പൊള്ളും. കുക്കർ നന്നായി ചൂടായിട്ടിരിക്കുകയാണ്. പിന്നെ ക്യാമറ എൻ്റെ കയ്യിൽ തന്നെയാണ്. സോ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വീഡിയോയ്ക്ക് ഉണ്ടാവും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിത് ആ മത്തിയൊക്കെ മസാല തേച്ച് പിടിപ്പിച്ച മത്തിയൊക്കെ ഇതേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചധികം അമ്മ ഇത് മീൻസ് അരച്ചപ്പോൾ അമ്മയാണ് അരച്ചു തന്നത്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമായി. അപ്പോൾ ഞാൻ ആ വെള്ളത്തോടെയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ അത് ആവശ്യത്തിന് പുളിവെള്ളം, നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളമാണ്. കുറച്ച് പുളിവെള്ളം കൂടെ ആഡ് ചെയ്യണം കേട്ടോ അതിലേക്ക്. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് കറിവേപ്പില ഒരു പ്രത്യേക ടേസ്റ്റ്. ഇത് പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പിലാണ് കേട്ടോ, വീട്ടിലുള്ള കറിവേപ്പിലയാണ്. എന്നിട്ട് നമ്മളത് മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ മതി. അതോടുകൂടെ നമ്മുടെ കുക്കർ മത്തി റെഡിയാവും. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, വേറെ വലിയ പണികളൊന്നുമില്ല. അപ്പോൾ ഇത് കുക്കർ തുറക്കുമ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. ഞാൻ ഫോണും വെച്ച് കുക്കർ തുറന്നപ്പോൾ ആ പ്രഷർ മൊത്തം ഫോണിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ടാണ് അങ്ങനെ ബ്ലറായി പോയത്. അപ്പോൾ എന്താ കുക്കർ തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് മക്കളെ. ഇതിൽ ഇനി വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ വീണ്ടും കുറച്ച് ഭംഗിക്ക് പ്ലേറ്റ് ചെയ്തപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഭംഗിക്കല്ലേ ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചോറും ഈ ഒരു മത്തിയും ഒരു അച്ചാറും മാത്രമേ എടുത്തുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല അതിന് ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.